നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ക്യാൻസർ ചികിത്സാ രംഗത്ത് ഒരു സ്വിച്ച് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ. ക്യാൻസർ രോഗത്തെ മാറ്റിമറിക്കുന്ന സ്വിച്ച് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. രോഗാവസ്ഥയെ സ്വിച്ച് ചെയ്യാനുള്ള മാർഗം. ക്യാൻസർ കോശങ്ങളെ വിപരീതമാക്കുന്ന ഒരു സ്വിച്ചാണ് തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കുന്ന ചികിത്സാ രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് അർബുദബാധയുണ്ടായാൽ അവിടെ മുറിച്ചു മാറ്റുകയാണ് ഇപ്പോൾ ക്യാൻസർ ചികിത്സാ രംഗത്തുള്ള ഏറ്റവും മികച്ച ചികിത്സാ മാർഗം. എന്നാൽ ഈയൊരു കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാനൊരുങ്ങുന്നു. ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞരാണ് ഒരു മഹാ കണ്ടുപിടുത്തം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ക്യാൻസർ ബാധിച്ച കോശങ്ങൾ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ വഴിത്തിരിവിന് ഇത് കാരണമാകുമെന്ന് ലോക ആരോഗ്യ വിദഗ്ധർ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ബാധിക്കുന്ന ക്യാൻസർ അതിവേഗം മറ്റ് സെല്ലുകളിലേക്ക് പടർന്നു കയറുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഭാഗം മുറിച്ചു കളയുകയാണ് സാധാരണ ക്യാൻസർ ചികിത്സാ രീതിയിൽ അവലംബിക്കുന്നത്. എന്നാൽ ക്യാൻസർ ബാധിച്ച സെല്ലുകൾ ഉൾപ്പെടുന്ന ശരീരഭാഗം മുറിച്ചു കളയേണ്ടതില്ല. പകരം അവയെ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞർ പറയുന്നു. ക്യാൻസർ ഗവേഷണ രംഗത്തെ ഏറ്റവും വലിയ നേട്ടമായി ഇത് കരുതപ്പെടുന്നു. ദക്ഷിണ കൊറിയയിലെ പ്രമുഖ ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ ട്രിഫാനി ട്രോസോയെ പോലെയുള്ളവർ ഇതിനെ അഭിനന്ദിച്ച് രംഗത്തെത്തി. ക്യാൻസർ ബാധിച്ച സെല്ലുകളെ ഈ ചികിത്സയിലൂടെ വീണ്ടും ആരോഗ്യത്തോടെ പരിപാലിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. നിലവിൽ ക്യാൻസർ ബാധിച്ച സെല്ലുകൾ ഒന്നുകിൽ ശസ്ത്രക്രിയ ചെയ്ത് അല്ലെങ്കിൽ കീമോതെറാപ്പി അതുമല്ലെങ്കിൽ റേഡിയേഷനിലൂടെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇപ്പോഴുള്ള ചികിത്സാ രീതി. റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ രോഗികൾ ഏറെ ഭയപ്പെടുന്ന ചികിത്സാ രീതിയാണ്. ഏറെ പ്രത്യാഘാതങ്ങൾ ഈ ചികിത്സാ രീതിക്കുണ്ട് എന്നതാണ് അവർ ഭയക്കാനുള്ള കാരണം. റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ നൽകുമ്പോൾ ക്യാൻസർ ബാധിച്ച സെല്ലുകൾ മാത്രമല്ല ആരോഗ്യമുള്ള സെല്ലുകളും നശിക്കാനിടവരും. ഇതിന്റെ പാർശ്വഫലങ്ങൾ പലപ്പോഴും ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാക്കും. വൻകുടൽ ക്യാൻസർ കോശങ്ങളിൽ നിന്ന് നിർമ്മിച്ച ലാബിൽ വളർത്തിയ മിനി ട്യൂമറുകളിലോ ഓർഗനോയിഡുകളിലോ മോളിക്കുലാർ സെൽ പരീക്ഷണങ്ങളിലൂടെ ഗവേഷകർ ഈ പുതിയ ചികിത്സാ സംവിധാനം പരീക്ഷിച്ചു. അവരുടെ ഈ സ്വിച്ച് ചികിത്സ പൂർണ്ണ വിജയമായിരുന്നുവെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് റേഡിയേഷൻ, കീമോതെറാപ്പി എന്നിവയേക്കാൾ വിഷാംശം കുറഞ്ഞ ചികിത്സാ രീതിയാണ്. പരമ്പരാഗത ചികിത്സകൾ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളെയും നശിപ്പിക്കുന്നു. എന്നാൽ പുതിയ ചികിത്സാ രീതിയിൽ അതുണ്ടാവില്ല. ഇതുവരെ ഒരു നിഗൂഢതയായി കണക്കുകൂട്ടിയിരുന്നു കോശങ്ങൾക്ക് എന്തു മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ. ജനിതക ശൃംഖല തലത്തിൽ നിരവധി പഠനങ്ങൾ നടന്നുവെങ്കിലും ഇപ്പോഴും അത് നിഗൂഢതയായി തുടരുകയായിരുന്നു. ക്യാൻസറിലേക്കുള്ള ക്രമാനുഗതമായ പരിവർത്തനം, അതാണ് കോശങ്ങൾക്ക് സംഭവിക്കുന്നത്. കോശങ്ങൾക്കൊരു ഹ്രസ്വകാല നിർണായക പരിവർത്തന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രധാന ജാലകം ഗവേഷകർ തിരിച്ചറിഞ്ഞു. ഈ കോശങ്ങളിൽ ആരോഗ്യകരവും അർബുദപരവുമായ സ്വഭാവവിശേഷങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരു മോളിക്കുലാർ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് പരിവർത്തനത്തെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെ ലക്ഷ്യം വയ്ക്കാനും കോശങ്ങളെ സാധാരണ നിലയിലേക്ക് തിരികെ തള്ളിവിടാനും തന്മാത്രാ പാതകളെ തിരിച്ചറിയാനും ഈ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ക്യാൻസറുമായി ബന്ധപ്പെട്ട ചില പ്രോട്ടീനുകളുടെ തകർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒരു എൻസൈമിനെ അവർ തിരിച്ചറിഞ്ഞു. ഇത് ട്യൂമർ വളർച്ചയ്ക്ക് ഇന്ധനം നൽകാൻ അതിനെ അനുവദിക്കുന്നു. എൻസൈമിനെ തടയുക, ഓർഗനോയിഡുകൾ വളരുന്നത് നിർത്തി സാധാരണ പ്രവർത്തനത്തിന്റെ ആരോഗ്യകരമായ അവസ്ഥയിലേക്ക് കോശങ്ങളെ മടക്കിക്കൊണ്ടുവരിക. അതാണ് ഈ ചികിത്സാ രീതി. ക്യാൻസർ ചികിത്സയിൽ അത്യാധുനിക ചികിത്സാ രീതിയായി ഇത് പരിണമിക്കാനുള്ള സാധ്യതകളേറെയാണ്. ക്യാൻസർ ചികിത്സാ രംഗത്ത് ഏറ്റവും ഒടുവിൽ വികസനം പ്രാപിച്ച മേഖല ഇമ്മ്യൂണോതെറാപ്പി ആയിരുന്നു. നമ്മുടെ ശരീരത്തിന്റെ തന്നെ രോഗപ്രതിരോധ ശേഷിയെ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു മുള്ളു കയറുകയും നമുക്കത് നീക്കം ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ആ മുള്ളിനു ചുറ്റും ഒരു പഴുപ്പ് രൂപപ്പെടും. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയാണ് ഈ പഴുപ്പിന് കാരണം. ശരീരത്തിലേക്ക് പുതുതായി വന്നിരിക്കുന്ന ആ വസ്തു ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് മനസ്സിലാക്കുകയും ആ ഫോറിൻ പാർട്ടിക്കിളിനെ പുറന്തള്ളാൻ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കുന്ന മെക്കാനിസവുമാണ് പഴുപ്പ്. പിന്നീട് പഴുപ്പിനൊപ്പം സ്വാഭാവികമായി ആ വസ്തു പുറന്തള്ളപ്പെടുന്നു. ഏതാണ്ട് ഇതുപോലാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സ പ്രവർത്തിക്കുന്നത്. ക്യാൻസറിന്റെ കോശങ്ങൾ പുറത്തുനിന്ന് ഒരു മുള്ളുപോലെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നവയല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിൽ തന്നെ സംഭവിക്കുന്ന രൂപാന്തരമാണ്. ആന്തരിക കോശങ്ങൾ അസ്വാഭാവിക വളർച്ചയിലൂടെ ക്യാൻസറായി രൂപാന്തരം പ്രാപിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള കോടാനുകോടി കോശങ്ങൾ ഓരോ മൈക്രോ സെക്കൻഡിലും ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ പ്രക്രിയ നടക്കുമ്പോൾ തന്നെ ഓരോ കോശത്തിലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു. ഈ ജനിതക വ്യതിയാനങ്ങളെ കണ്ടുപിടിക്കുന്നതും അത് കറക്റ്റ് ചെയ്യുന്നതുമൊക്കെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനമാണ്. ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ച കോശങ്ങൾ റിപ്പയർ ചെയ്യുകയോ അതിന് സാധ്യമല്ലെങ്കിൽ ആ കോശങ്ങളെ നശിപ്പിച്ച് കളയുകയോ ചെയ്യുന്നതാണ് ഈ രോഗപ്രതിരോധ മെക്കാനിസം. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം ഇതിൽ പരാജയപ്പെടുമ്പോഴാണ് കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റുപെരുകുന്നതും ട്യൂമറായി രൂപാന്തരം പ്രാപിക്കുന്നതും. തകരാറുള്ള കോശങ്ങൾ ശരീരത്തിന് ആവശ്യമുള്ളതല്ല എന്ന് മനസ്സിലാക്കുകയും അതിനെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്ന ചികിത്സാ രീതിയെയാണ് ഇമ്മ്യൂണോതെറാപ്പി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് പലതരത്തിലുള്ള ഇമ്മ്യൂണോതെറാപ്പികൾ ലഭ്യമാണ്. ഫലപ്രാപ്തി കുറഞ്ഞതും പാർശ്വഫലങ്ങൾ കൂടിയതുമായ പഴയ ഇമ്മ്യൂണോതെറാപ്പിയിൽ നിന്ന് ഇപ്പോൾ നൂതനമായ ചെക്ക് പോയിന്റ് ഇൻഹിബിറ്റർ എന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകൾ വരെ എത്തി നിൽക്കുന്നു. ഈ ആരോഗ്യ മേഖലയിൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സാ രീതി ഒരുപക്ഷെ മലയാളികൾ ആദ്യം കേട്ടത് മമത മോഹൻദാസ് എന്ന നടിയുടെ കാര്യത്തിലാവാം. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ ചികിത്സയിലും ഇമ്മ്യൂണോതെറാപ്പി എന്ന വാക്ക് നമ്മൾ കേട്ടു. നടിയായിരുന്ന മമത മോഹൻദാസ് ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സാ രീതി അവലംബിക്കുമ്പോൾ ആ ചികിത്സാ രീതി ക്ലിനിക്കൽ ട്രയലിൻ്റെ ഭാഗമായി അമേരിക്കയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് അമേരിക്കയിൽ നിന്നാണ് ആ മരുന്ന് മമത മോഹൻദാസ് സ്വീകരിച്ചത്. ശ്വാസകോശം, വൃക്ക, മൂത്രസഞ്ചി, കുടൽ എന്നിവയിലുണ്ടാകുന്ന പല ക്യാൻസറുകളിലും ഇമ്മ്യൂണോതെറാപ്പി ഫലപ്രദമാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. മുൻപൊക്കെ അഡ്വാൻസ് സ്റ്റേജുകളിൽ മാത്രമായിരുന്നു ഇമ്മ്യൂണോതെറാപ്പി ഉപയോഗിച്ചിരുന്നതെങ്കിൽ ക്യാൻസറിന്റെ തുടക്കത്തിൽ തന്നെ ഈ ചികിത്സാ രീതി അവലംബിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഇമ്മ്യൂണോതെറാപ്പി ചിലവേറിയ ഒരു ചികിത്സാ രീതിയായിരുന്നു. എന്നാൽ അതിനും മാറ്റം വന്നിരിക്കുന്നു. ക്യാൻസറും ലോകവും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ചികിത്സയിൽ ഏറെ മുന്നേറ്റമുണ്ട് എന്ന് ശാസ്ത്ര സമൂഹം നമ്മെ ആശ്വസിപ്പിക്കുമ്പോഴും ഓരോ വർഷവും ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ക്യാൻസർ രോഗം ബാധിച്ച മരണനിരക്കും കൂടുന്നു. രോഗബാധിതർ വേദനിച്ച് മരവിച്ച് മരണത്തിലേക്ക് വീഴുന്നു. എന്തുകൊണ്ട് ക്യാൻസർ ബാധിക്കുന്നുവെന്നോ എന്തു മരുന്ന് കഴിച്ചാൽ അസുഖം പൂർണ്ണമായി മാറുമെന്നോ ആർക്കും ഒരു ഉറപ്പ് നൽകാൻ പോലും കഴിയുന്നില്ല. എല്ലാം ദൈവത്തിന്റെ കയ്യിൽ എന്ന് വിശ്വസിക്കുന്നു ഭൂരിപക്ഷ മനുഷ്യരും. ക്യാൻസർ എന്തുകൊണ്ട് ബാധിക്കുന്നു എന്നതിന് ആധുനിക ശാസ്ത്രലോകം പലവിധ കാരണങ്ങൾ നിരത്തുന്നു. കൃത്യസമയത്ത് രോഗനിർണയം നടത്തി ചികിത്സ തേടലാണ് ക്യാൻസർ പ്രതിരോധത്തിൽ പ്രധാനം. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അവ നിസ്സാരമാക്കാതെ മതിയായ ടെസ്റ്റുകൾ നടത്തി ക്യാൻസറാണോ എന്ന് ഉറപ്പുവരുത്തുക. ഒരേ ക്യാൻസർ തന്നെ ഓരോ മനുഷ്യ ശരീരത്തിലും വ്യത്യസ്തമാണ്. 1ാം സ്റ്റേജിലുള്ള സ്തനാർബുദം 90% ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട് നമ്മുടെ ഡോക്ടർമാർ. രോഗത്തിന്റെ സ്റ്റേജ് മാത്രമല്ല, ഏത് ജീനിലാണ് കുഴപ്പം വന്നിരിക്കുന്നത്, എന്ത് ജനിതക മാറ്റമാണ് വന്നിരിക്കുന്നത്, ആ ജനിതക മാറ്റം എന്തു തരത്തിലുള്ള സ്വഭാവമാണ് ക്യാൻസർ കോശങ്ങളിൽ പ്രകടിപ്പിക്കുക എന്നിവയെല്ലാം വിലയിരുത്തി ഏതു തരത്തിലുള്ള ചികിത്സയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചാൽ ഒരു പരിധിവരെ ക്യാൻസറിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് വിദഗ്ധർ പറയുന്നു. ലക്ഷണമൊന്നുമില്ലാത്ത അവസ്ഥയിൽ തന്നെ പരിശോധന നടത്തുന്ന രീതിയാണ് സ്ക്രീനിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ നേരത്തെ കണ്ടെത്തിയാൽ വേഗത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക. ക്യാൻസർ രംഗത്തെ ഓരോ ചെറുമാറ്റങ്ങളും വളരെ ജാഗ്രതയോടെ നമ്മൾ മലയാളികൾ ശ്രദ്ധയോടെ കേൾക്കുന്നു. കേരളത്തിൽ ക്രമാനുഗതമായി ക്യാൻസർ രോഗികളുടെ വർധനവ് അതുതന്നെയാണ് നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.